യെസ്, ജോയ് മാത്യു ഹിയർ. സർ. എന്താണോ താനോടെ കാട്ടിക്കൂട്ടുന്നത്? എന്താ സർ? താൻ ആ ദേവയാനിയെ കസ്റ്റഡി എടുത്തോ? ഉവ്വ് സർ. അവരെന്താണ് ചെയ്തതെന്ന് സാറിന് അറിയാമോ? എല്ലാം എനിക്ക് അറിയാമോ. അവള് കാരണം കേരളം മുഴുവൻ ട്രാഫിക് ജാം ആയിട്ടുണ്ടാവും. ആകട്ടടോ, താനാ പെണ്ണും പിള്ളേ വേഗം അങ്ങ് ഇറക്കി വിട്ടേരെ. സാർ, അവരെ ഉടനെ ഇറക്കി വിട്ടാൽ ഡിപ്പാർട്ട്മെന്റിന് തന്നെ അപമാനമാണ്. എടോ, ഹോം മിനിസ്റ്റർ നേരിട്ട് വിളിച്ച് പറഞ്ഞിരിക്കുക ഉടനെ അവരെ റിലീസ് ചെയ്യണമെന്ന്. സാർ, നമ്മൾ കഷ്ടപ്പെട്ട ഓരോ കേസുകൾ പിടിച്ചുകൊണ്ടുവരും. പ്രതികൾ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് മോളിൽ നിന്ന് ഉത്തരവ് വരും ഉടനെ വിട്ടേക്കാൻ. പിന്നെ എന്തിനാണ് സാർ നമ്മൾ ഈ കാക്കിക്കുപ്പായിട്ടുണ്ട് നടക്കുന്നത്? ഈ വേഷം വലിച്ചെറിഞ്ഞ് വേറെ വല്ല പണിക്കും പോണോ അല്ലേ സാർ നല്ലത്? താനേ ഞാൻ പറഞ്ഞത് കേട്ടാ മതി. തിരുവമ്പാടിക്കായലിൽ ഊത്തയും പിടിച്ചുകൊണ്ടുവന്ന വർക്കച്ചൻ എന്ന പീറച്ചെറുക്കൻ മുതലാളിമാർക്കും രാഷ്ട്രീയക്കാർക്കും പെണ്ണു കൂട്ടിക്കൊടുത്തു അവരുടെയൊക്കെ ആസനം നക്കിയും ഒരു സുപ്രഭാതത്തിൽ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായെന്ന് കരുതി സാറിനെ പോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സീനിയർ ഓഫീസർ ഇങ്ങനെയൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് വിഷമമുണ്ട് സാർ. ഐ എം സോറി. ഞാൻ സാർ പറഞ്ഞത് ചെയ്തേക്കാം. വെക്കട്ടെ സാർ. എടാ തോമസേ, അപ്പോ അവളെ ഇറക്കി വിട്ടാരല്ലോ. ഈ ടാബ്ലറ്റ് കഴിക്കുന്നതേ ക്ഷീണത്തിനൊക്കെ വളരെ നല്ലതാ. പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് പാലും കുടിക്കണം. എന്താ ബിരിയാണി? ബിരിയാണിയാ? ഈ സമയത്ത് നല്ല പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് കഴിക്കേണ്ടത്. അതിലാണ് ആവശ്യമുള്ള വിറ്റമിൻസും കാൽഷ്യം ഒക്കെ ഉള്ളത്. അല്ലാതെ ഈ ബിരിയാണി കഴിച്ചിട്ട് എന്താ? ആ ബിരിയാണിയിൽ ഇതുപോലെ എന്തൊക്കെ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരങ്ങനെ പലതും പറയും. നിന്റെ കുഞ്ഞിന് നല്ല ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവള് കഴിച്ചേ പറ്റൂ. അച്ചൂട്ടി, ഇവിടെ ഒരു അടുക്കളയുണ്ട്. വെച്ച് വിളമ്പി തരാൻ ഒരാളും ഉണ്ട്. അത്യാവശ്യത്തിന് കുറച്ച് പാത്രങ്ങളും കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്താലേ ഒന്നുമില്ലെങ്കിലും വായിക്ക് രുചിയായിട്ട് നിനക്കെന്തെങ്കിലും കഴിക്കാമല്ലോ. ഇതൊന്ന് ആലോചിക്കാവുന്നതാ. ഓ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന സമയം വരട്ടെ വേളെ. എന്താ ഇത്? ഇതല്ല ഉസ്താദ് തന്നു വിട്ടതാ. 2 ദിവസത്തേക്കുള്ളതാ. 2 ദിവസത്തേക്ക് ഇത്രയും സാധനങ്ങളോ? ഞാൻ ആദ്യം കരുത് ഉസ്താദ് എന്താ ആദ്യം കച്ചവടം ചെയ്യാൻ പോവാനാന്നാ. പിന്നീട് എനിക്ക് വിവരം മനസ്സിലായത്. ഇത് കണ്ടോ, ഇത് നിറയെ വിറ്റമിൻസാ. ABCD മുതൽ PWD വരെ ഇതിനകത്തുണ്ട്. പടവലം കൊണ്ട് വലുപ്പം കണ്ടെന്റെ പെങ്ങളെ പെരുമ്പാമ്പ് പോലെയാ. ഇത് പിടിച്ചേൻ എന്റെ അമ്മോ, ഇനിയും 2 ലോഡ് സാധനങ്ങൾ ഇറക്കാനുണ്ട്. ഇതെല്ലാം ഞാൻ അകത്ത് കൊണ്ടുവയ്ക്കാം. പെങ്ങളെന്റെ പിന്നാലെ പോലെ. എന്റെ കട്ടിലവിടെ പോയി. ദേ ഇവിടെ കിടപ്പുണ്ട്. ആര് പറഞ്ഞു അതെടുത്ത് ഓടിയിടാൻ? പുറത്ത് നല്ല മഞ്ഞ. അതൊക്കെ ഞാൻ കുറെ കൊണ്ടതാ. എനിക്ക് അവിടെ കിടന്നാലും ഉറക്കം വരുള്ളൂ. അതെ, ശത്രുക്കളാ ചുറ്റും. കയ്യും മുഖവും കഴുകി വന്ന ഭക്ഷണം എടുത്തു വെക്കാം. വേണ്ട, ഞാൻ കഴിച്ചു. എന്നാ എനിക്കും വേണ്ട. നിന്റെ കുഞ്ഞിന് നല്ല ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടാവണമെങ്കിലേ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവൾ കഴിച്ചേ പറ്റൂ. ഉറങ്ങിയോ? എനിക്ക് വിശക്കുന്നു. വേണ്ടെന്ന് പറഞ്ഞിട്ട്? അപ്പൊ എനിക്ക് വിശപ്പില്ലായിരുന്നു. ഇപ്പൊ ഒന്ന് വേഗം എടുത്തേ. നോക്കി നിൽക്കാതെ
എടുത്ത് കഴിക്കരുതോ? കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. ഉം. അതങ്ങനെയാ. വേണ്ട, ഞാൻ എടുത്തോളാം. അതിനിടെ തലക്കിട്ടടിക്കുന്നു. മതി, നിർത്തി. മൊരടൻ. വേറെ പാത്രം ഒന്നും ഇല്ല ഇവിടെ. ഇത് ഇങ്ങനെയാ. എന്ത് ചോദിച്ചാലും കാര്യം പറയാം. അതെങ്ങനെയാ ഇതിങ്ങനെയാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ഓ, അതെ, നിലത്ത് കിടക്കണ്ട. കട്ടില് വേണമെങ്കിൽ അകത്തിട്ട് തരാം. വേണ്ട, ഞാൻ പായൽ കിടന്നോളാം. അല്ല, ഈ തണുപ്പ് തട്ടി കുഞ്ഞിനെന്തെങ്കിലും? കുഞ്ഞ് എന്റെ വയറ്റിലല്ലേ, ഒന്നും പറ്റില്ല. ആ അതെ, ആ വാതിലും കിടച്ചേക്ക്. അതെന്തിനാ? പുറത്ത് കാവലുണ്ടല്ലോ. ഇത്തിരി പണിയാണ് മുകളിൽ. എടാ താഴോട്ടിറങ്ങാൻ. ഇത്തിരി പണിയാണെന്ന് മുകളിൽ. എടാ താഴോട്ടിറങ്ങാൻ പറഞ്ഞാൽ മേളിലോട്ട് കയറി വരും ഞാൻ. ഇറങ്ങണ ഇറങ്ങണ. എടാ ഇങ്ങോട്ട് ഇറങ്ങി വാടാ നീ. ഇറങ്ങി വാ. എടാ ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞു. ഇറങ്ങടാ. ഇറങ്ങി. എടാ ഇറങ്ങാൻ. എന്താ കാര്യം ഉണ്ടായിരുന്നു? കാര്യം എന്താ അവനോട് ചോദിക്കാം. എന്താണ്ടായിരുന്നു? എന്റെ പൊന്നിക്ക, ഞാൻ തെങ്ങ് കയറുന്നത് ചെത്തുകയായിരുന്നു. അറിയാണ്ട് താഴോട്ടൊന്ന് നോക്കിപ്പോയി. അപ്പൊ കുളിക്കണത് കണ്ട്. അതിനാണെങ്കിൽ ഇപ്പൊ അവരെ കൊല്ലാനും വേണ്ടി ഇറങ്ങണേ. അവിടെ ഈ കുളിക്കുന്ന പോലെ കണ്ടുപോയി. അതിനെന്താ കുഴപ്പം? ഇവരാണല്ലേ. എന്റെ കുളിയല്ല, അവള് കുളിക്കുന്നത് നോക്കുമായിരുന്നവൻ. അവളോ? എവള്? എന്റെ വീട്ടിലെ പെണ്ണ്. നിന്റെ വീട്ടിലെ പെണ്ണോ? അതെ, സിന്ധു. അവൾ എന്റെ പെണ്ണ. അവള് നിന്റെ പെണ്ണെന്നുള്ളതിന് എന്താ തെളിവ്? ഇത്രയും കാലമായിട്ട് ഓളെ കഴുത്തിലൊരു മിന്ന് കേട്ടാൽ എനിക്ക് തോന്നിയോ? പിന്നെ എന്തർത്ഥത്തിലാണ് ഓൾ എന്റെ പെണ്ണാണ്? അല്ല, അത് പിന്നെ അതെ 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 കുറെ നേരം നോക്കി കഴുത്ത താടി കാണാഞ്ഞത് കൊണ്ടാണ് ഞാൻ പിന്നെ നോക്കിയത്. നേരോ? മോനെ അച്ചുട്ടിയെ, ഈ ആദ്യം നാട്ടു നടപ്പനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് പറയും ഓൾ എന്റെ പെണ്ണാണെന്ന്. അല്ലാത്തടത്തോളം കാലം തെങ്ങിന്റെ മുകളിൽ കല്ലെത്തർ എത്തി നോക്കുകയും ചെയ്യും, ഒരു വാതിലൊന്ന് മുട്ടുകയും ചെയ്യും. അതിന്റെ ഒക്കെ പുറകെ അടുക്കാനേ എനിക്ക് നേരം കാണുള്ളൂ. അതിനൊന്ന് എന്നെ കൊണ്ട് കഴിയുമെങ്കിലേ അങ്ങോട്ട് ഇറക്കി വിട്ടാളോളെ. ഇവിടെ
ഇനി എല്ലാവരും നിന്നെ അങ്ങനെ കാണാവൂ. അച്ചൂട്ടിയുടെ പെണ്ണ്. കരയുന്നു. മോളെ ചേച്ചി സിന്ധു ദൈവം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും തരട്ടെ. അച്ചൂട്ടി, ഇവൾ നിനക്ക് കിട്ടിയ മഹാഭാഗ്യ. ഇവളുടെ കണ്ണ് നിറയാൻ ഒരിക്കലും നീ ഇടവരുത്തരുത്. പാല്. എന്തിനാ ഇത്? എനിക്ക് ഈ നേരത്ത് ഇതൊന്നും കുടിച്ച് ശീലമില്ല. അതറിയാം, പക്ഷേ ഈ രാത്രിക്ക് ഇങ്ങനൊരു ചടങ്ങുണ്ട്. ചടങ്ങോ? ഇത് കുടിച്ചേ പറ്റൂ. മതി മതി മതി. അതെന്തിനാ ബാക്കി കുടിക്കുന്ന? വേറെ പാലില്ല ഇവിടെ. അതങ്ങനെയാ. ആ ഈ മുഖത്തിന് ഇതാ ചേരുന്നത്. ആണല്ലേ? അച്ചൂട്ടി. ആരായി പേരിട്ടത്? അറിയില്ല. ഓർമ്മ വെച്ച നാണുപോലെ എല്ലാരും എന്നെ അങ്ങനെ വിളിക്കുന്നത്. അച്ചൂട്ടി. ഞാനങ്ങനെ വിളിക്കില്ല. ഞാൻ അച്ചുവേട്ടാന്ന് വിളിക്കട്ടെ. അച്ചുവേട്ടൻ. അച്ചുവേട്ടൻ. ഒന്ന് വിളിച്ചേ. അച്ചുവേട്ടാ. അച്ചുവേട്ടൻ. ഒന്നുകൂടി വിളിച്ചേ. അച്ചുവേട്ടാ. അച്ചുവേട്ടാ.